കോഴിക്കോട് കോർപ്പറേഷൻ വിഭജനത്തിൽ ബി.ജെ.പി. അനുകൂല സമീപനം സ്വീകരിച്ചതായി ആക്ഷേപം. ചാലപ്പുറം വാർഡിൽ നിന്ന് 3200 വോട്ടുകൾ തൊട്ടടുത്ത വാർഡായ മുഖദാറിലേക്ക് മാറ്റി. വാർഡിലേക്ക് മാറ്റിയതിൽ 2900 വോട്ട് മുസ്ലിം വിഭാഗത്തിന്റേതാണ്. കോൺഗ്രസ് വിജയിക്കുന്ന വാർഡിൽ ബി.ജെ.പിക്ക് വഴിയൊരുക്കാനാണ് നീക്കമെന്ന ആരോപണവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡിലുണ്ടായിരുന്നത് 7295 വോട്ടർമാരാണ്. വാർഡ് പുനഃസംഘടന നടന്ന ശേഷമുള്ള പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ വോട്ടർമാരുടെ എണ്ണം 4052 കുറഞ്ഞു. 3243 വോട്ടുകളുടെ കുറവ്. ഈ വോട്ട് പോയിരിക്കുന്നത് സമീപത്തെ വാർഡായ മുഖദാറിലേക്കാണ്. മുഖദാറിലെ വോട്ടർമാരുടെ എണ്ണം 8659 നിന്ന് 12400 വർദ്ധിച്ചു. ചാലപ്പുറത്ത് നിന്ന് മുഖദാറിലേക്ക് 3000 വോട്ടുകൾ മാറി എന്നത് തന്നെ അസന്തുലിതത്വം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അതിലേക്കാൾ ഗൗരവമായ ഒരു കാര്യമുണ്ട്. ഈ മാറിയ 3000 വോട്ടുകളിൽ 2900 വോട്ടുകളും മുസ്ലിം വോട്ടുകളാണെന്നതാണ് അക്കാര്യം. UDF-നും LDF-നും കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ മാറിയതോടെ ചാലപ്പുറത്ത് BJP-ക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ചാലപ്പുറം നിലവിലുണ്ടായിരുന്ന 8 ബൂത്തുകളിൽ 4 ബൂത്താണ് അവശേഷിച്ചത്. ആ 4 ബൂത്തിലും നല്ല ശതമാനം BJP-ക്ക് അനുകൂലമായുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ BJP-ക്ക് അനുകൂലമായുള്ള ഒരു സ്ഥിതിവിശേഷം ആ വാർഡിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള വാർഡ് വിഭജനമാണ് നടന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന വിശദീകരണം. CPM ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിൽ BJP-ക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.